ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ ബിജെപിക്കെതിരെ ശക്തമായ പ്രതിപക്ഷ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി രംഗത്ത്. ബിജെപിയെ രാജ്യത്തിന്റെ ആദ്യ ശത്രു എന്ന് വിശേഷിപ്പിച്ച അവർ ഇടതുപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും NGOകളും ഭിന്നതകൾ മറന്ന് ഒന്നിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബിജെപിക്കെതിരെ പ്രതിപക്ഷ പാർട്ടി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തന്റെ പാർട്ടി നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും മമത പറഞ്ഞു. ബംഗാളിൽ ഭീകരവാഴ്ച ആരംഭിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ അവർ ഈ സാഹചര്യത്തിൽ ബംഗാളിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും വിദ്യാർത്ഥി സംഘടനകളോടും NGOകളോടും ബിജെപിക്കെതിരെ ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബിജെപി വിരുദ്ധ കക്ഷികളുടെ ഒരു സംയുക്ത വേദി രൂപീകരിക്കണമെന്ന് പറഞ്ഞ മമത ഡൽഹിയിലും ബംഗാളിലും ഇടതുപക്ഷവും ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ ശത്രു ബിജെപി ആണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഓർക്കണമെന്നും മമത പറഞ്ഞു. ഈ വിഷയത്തിൽ താൽപര്യമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്താൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഉദ്ധവ് താക്കറെ, തേജസ്വി യാദവ്, ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി സംസാരിച്ചതായും അഖിലേഷ് യാദവ് നേരിട്ടെത്തിയതായും മമത അറിയിച്ചു. 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടിയാണ് ബിജെപി പശ്ചിമ ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയത്. 80 സീറ്റുകൾ മാത്രമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത്. ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സേനയും ചേർന്ന് വോട്ടെണ്ണലിൽ ക്രമക്കേട് നടത്തിയെന്നാണ് മമതയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.